ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെൻടൂളിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ആങ്കർ പോയിന്റ് എന്താണെന്നും കർവ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, കർവ് ഹാൻഡിലിനെ കുറിച്ചും ആ ഹാൻഡിൽ എങ്ങനെ ബെൻഡ് ചെയ്യുന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ആങ്കർ പോയിന്റ് പെൻടൂളിനെ കുറിച്ച് പഠിച്ചു, കർവേച്ചർ ടൂളിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒരു ഇമേജിനെ ഇല്ലുസ്ട്രേറ്ററിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെ പെൻ ടൂൾ ഉപയോഗിച്ച് ട്രേസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ട്രേസ് ചെയ്യുമ്പോൾ ലെയർ പാനലിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൂടാതെ ഷേപ്പ് ബിൽഡർ ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളും നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ട്രേസ് ചെയ്യേണ്ട ഒരു റഫറൻസ് ഇമേജ് ആണ്. റഫറൻസ് ഇമേജ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു മാസ്കോട്ട് ലോഗോയാണ്. അപ്പൊ എന്താണ് മാസ്കോട്ട് ലോഗോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ KFCയുടെ ലോഗോ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഉണ്ടാവും അതിൽ. അതൊരു മാസ്കോട്ട് ലോഗോക്ക് ഉദാഹരണമാണ്. അപ്പോൾ അതുപോലുള്ള ലോഗോസ്, അതായത് ഒരു ലോഗോയിൽ ഒരു മനുഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെയോ ഒക്കെ ഒരു പിക്ചർ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ലോഗോസിനെയാണ് മാസ്കോട്ട് ലോഗോസ് എന്നൊക്കെ വിളിക്കുന്നത്. ഒരുപാട് ടൈപ്സ് ഓഫ് ലോഗോസ് ഉണ്ട്. പിക്ടോറിയൽ ലോഗോ, അതുപോലെ തന്നെ ലെറ്റർ ലോഗോ, വേർഡ് ലോഗോ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ഉണ്ട് ലോഗോയിൽ തന്നെ. അതിലൊരു കാറ്റഗറിയാണ് മാസ്കോട്ട് ലോഗോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വളരെ എളുപ്പമുള്ള ഒരു ഇമേജ് തന്നെ നിങ്ങൾ റെഫറൻസ് ആയിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജസ് റെഫറൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ലോഗോയെ നമ്മുടെ ഇല്ലുസ്ട്രേറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പൊ രണ്ട് വേ ആണുള്ളത്. ഒന്ന്, നമ്മുടെ ഫയൽ ലൊക്കേഷൻ എടുത്തതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാന്നുള്ളത്. ഇതൊരു വേ ആണ്, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വേ ആണ്. ഓക്കെ, മറ്റൊരു പ്രൊഫഷണൽ വേ എന്ന് പറയുന്നത്, നമ്മളെ മെനു ബാറിൽ ഫയൽ എടുക്കുക. ഫയൽ എടുത്തതിന് ശേഷം ഇവിടെ വരുമ്പോൾ പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. Shift+Ctrl+P ആണ് ഷോർട്ട് കട്ട്. ആ പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഫയൽ ലൊക്കേഷനിൽ എവിടെയാണോ ലോഗോ എടുക്കുന്നത്, ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ഇട്ടിരിക്കുന്നത്, ദ മാസ്കോട്ട് ലോഗോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേരൊക്കെ കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിനെ പ്ലേസ് കൊടുക്കുക. സെലക്ട് ചെയ്തതിനു ശേഷം പ്ലേസ് കൊടുക്കുക. പ്ലേസ് കൊടുക്കുമ്പോൾ കാണാം കേസറിന്റെ ഒപ്പം തന്നെ ആ ലോഗോ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇല്ലുസ്ട്രേറ്റർ പഴയ വേർഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, നേരിട്ട് ലോഗോ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഇതേ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തതിനു ശേഷം ഇവിടെ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പൊ കണ്ടോ, ആ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി വലുതാക്കി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഞാൻ ഇതിനൊന്ന് റീസൈസ് ചെയ്യാണ്. ഓക്കെ, ഷിഫ്റ്റ് അമർത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് പ്രൊപ്പോർഷനേറ്റഡ് ആയിട്ട് കിട്ടാനാണ്. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു അത്. ഷിഫ്റ്റ് അമർത്താതെ യൂസ് ചെയ്താൽ എന്താ പറ്റുക നോക്കിയേ, ഇതുപോലെ സ്ട്രെച്ച് ആവാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ ആ ലോഗോ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ Ctrl+0 അമർത്തിട്ട് ഫിറ്റ് ഓൺ സ്ക്രീൻ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു ബോക്സ്, അതായത് ഈ ലോഗോ ഒരു ക്രോസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാല് നമ്മുടെ ഇല്ലുസ്ട്രേറ്ററിന്റെ ഫയലായിട്ട് ഇത് ചേർന്നിട്ടില്ല, ഇത് മറ്റൊരു ഫയലായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോക്സിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇല്ലുസ്ട്രേറ്ററിന്റെ ഫയലായിട്ട് ഇതിനെ കൂട്ടിച്ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്ഷണൽ മെനു ബാറിൽ വരുമ്പോൾ എംബഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് കാണാം ഇതൊരു ഇല്ലുസ്ട്രേറ്ററിന്റെ ഫയലിനായിട്ട് കൂടിച്ചേരും, അതായത് ലിങ്ക് ആയിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു ലെയർ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ലെയർ പാനൽ പരിചയപ്പെടാം. ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു പാനലാണ് ലെയർ പാനൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം ലെയർ പാനലിന്റെ ഐക്കൺ. ഈ പാനൽ ഇവിടെ കാണുന്നില്ലെങ്കിൽ വിൻഡോസ് മെനു ബാറിൽ വിൻഡോസിൽ വന്നിട്ട് ലെയേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ലെയർ പാനൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ ലെയർ പാനൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതാണ് നമ്മുടെ ലെയർ പാനൽ. ലെയർ പാനൽ ശ്രദ്ധിച്ചാൽ കാണാം, ഇതേ ഇവിടെ ഒരു ഏരോ കാണാം, ചെറിയൊരു ഏരോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇവിടെയാണ് നമ്മുടെ ഇമേജ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോഷോപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലുസ്ട്രേറ്ററിന്റെ ലെയേഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു സിംഗിൾ ലെയറിൽ തന്നെ ഒരുപാട് ഒബ്ജക്ട്സിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് ഒബ്ജക്ട്സിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അതിന്റെ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ എടുക്കുകയാണ്. റെക്ടാങ്കിൾ ജസ്റ്റ് ഒരു റെഡ് കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഞാൻ വരയ്ക്കുമ്പോൾ നോക്കിക്കോ, കണ്ടോ റെക്ടാങ്കിൾ ഇവിടെ വന്നു. ആ ഒരു സിംഗിൾ ലെയറിന്റെ ഉള്ളിൽ തന്നെ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പൊ എലിപ്സ് വരയ്ക്കുകയാണ്,
അപ്പൊ കണ്ടോ അതിന്റെ താഴെയായിട്ട് വരാണ്. അതായത് ഒരു സിംഗിൾ ലെയറിൽ തന്നെ ഒരുപാട് ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ഒരുപാട് കണ്ടന്റിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആർട്ട് ബോർഡിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ കൊടുക്കുന്ന എലമെന്റുകൾ, ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഷേപ്സ് ആവാം, ടെക്സ്റ്റ് ആവാം, എന്തും ആകാം, അതെല്ലാം ഇവിടെ ലെയറിൽ വിസിബിൾ ആയിട്ട് കാണിക്കും. ഓക്കെ, അതിൽ നമുക്ക് ഈ ലെയറിൽ അറേഞ്ച്മെന്റ്സ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഈ ലെയർ പാനലിൽ വന്നിട്ട് സാധിക്കുന്നതായിരിക്കും. ലെയർ പാനലിൽ ഈ ഒരു സൈഡിലേക്ക് പോയാൽ ഒരു ഐഡ് ഐക്കൺ കാണാമല്ലോ, ഒരു ഇൻഡിക്കേറ്റർ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇമേജിനെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഷേപ്പിനെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ എന്തും ആവട്ടെ അതിനെ ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. ഓക്കെ, അതുകൂടാതെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ബ്ലാങ്ക് സ്പേസ് കാണാനെ അവിടേക്ക് കേസർ കൊണ്ടുപോകുമ്പോൾ ഒരു പോപ്പ് പോലെ കാണിക്കുന്നുണ്ട്. നമുക്ക് ടോഗിൾസ് ലോക്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോക്കിന്റെ ഐക്കൺ അവിടെ വരും. അപ്പൊ ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു ലോഗ് ഇവിടെ ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇതിനെ നീക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് എന്തിനാണ് ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ട്രേസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മളെ കൈ തട്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഇതിനെ നീങ്ങി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ ട്രേസ് ചെയ്ത് പകുതിയൊക്കെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കേസറൊക്കെ തട്ടി നീങ്ങി പോകും. പിന്നെ നമുക്ക് അതേപോലെ കൊണ്ടുവന്ന് വെക്കാന്നുള്ളത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കഷൻ എന്നുള്ള പോലെ നമുക്കതിനെ ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു 3 ലൈൻസ് കാണാം. ഫ്ലൈ ഔട്ട് ബട്ടൺ എന്നാണ് ഈ ലൈനെ പറയുന്നത്. ആ ലൈൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇപ്പൊ ഇത് ഹൈഡ് ആയിട്ടാണ് കിടക്കുന്നത്, വിസിബിൾ അല്ല. അത് വിസിബിൾ ആവണമെങ്കിൽ നമ്മൾ ഏത് ഇമേജ് ആണോ ടെംപ്ലേറ്റ് ആക്കി മാറ്റേണ്ടത് ആ ഇമേജ് ലെയർ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഈ ലെയർ ആണ് അല്ലെ. അപ്പൊ ആ ലെയർ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോ ഞാൻ ആ ലെയറിനൊന്ന് എക്സ്പാൻഡ് ചെയ്തത് ചുരുക്കുന്നുണ്ട്. അപ്പൊ ആ ലെയറിനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്തതിനു ശേഷം വേണം ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ. ഇപ്പൊ എന്താ സംഭവിച്ചത്, ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ ലോക്ക് ചെയ്യുകയും അതിന്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് തരികയും ചെയ്തു. ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ വരുന്ന ലൈൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനൊക്കെ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ നേരിട്ട് ഇനി പെൻ ടൂൾ ഞാൻ സെലക്ട് ചെയ്തു, പി ആണ് ഷോർട്ട് കട്ട്. ഇവിടെ നമുക്ക് ഇനി നേരിട്ട് ട്രേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് ട്രേസ് ചെയ്യുന്നതിന് പകരം ഒരു കണ്ടോ വേറൊരു ടൈപ്പ് ഓഫ് ഐക്കൺ ആണ് വരുന്നത്. കാരണം ഇത് ലോക്കാണ്. അപ്പൊ നമ്മൾ ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഐക്കൺ കാണാം, ക്രിയേറ്റ് ന്യൂ ലെയർ എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒരു പുതിയ ലെയർ വന്നു. ഇനി നമുക്ക് പെൻ ടൂൾ കൊണ്ടുവരുമ്പോ കണ്ടോ ഇവിടെ പെൻ ടൂൾ വിസിബിൾ ആണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ലെയറിന്റെ പേര് ലെയർ 2 എന്നാണ്. അപ്പൊ ഇതിലാണ് നമ്മൾ ഇനി ട്രേസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഹാഫ് ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചു, ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് സെന്റർ അറിയാൻ വേണ്ടിയിട്ട് Ctrl+R അമർത്തി റൂളർ ടൂൾ എടുക്കുക. റൂളർ ആക്റ്റീവ് ആയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് സെന്ററിൽ കൊണ്ടുവന്ന് വെക്കുക റൂളർ. ഇനി ഈ ലോഗോ കറക്റ്റ് ആയിട്ട് സെന്ററിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ നമ്മളിപ്പോ ലോക്ക് ആണെങ്കില്ല, ഈ ലോക്ക് അൺലോക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ ലോഗോ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് സെന്റർ ആക്കി വെക്കുക. ഞാൻ അതിനെ ലോക്ക് ചെയ്യാം. ലെയർ 2 വന്നു. ഞാൻ പെൻ ടൂൾ സെലക്ട് ചെയ്തു, പി ആണ് ഷോർട്ട് കട്ട്. Ctrl+ അമർത്തി ഒന്ന് സൂം ചെയ്യാണ്. നമുക്ക് ഇവിടെ നിന്ന് ട്രേസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഈ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കർവ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ കർവിനെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ നോക്കി ആ കർവിന്റെ തുടർച്ചയാണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ ബെൻഡ് ചെയ്യണം, അതായത് ഇതിനെ ഒടിക്കണം അല്ലെങ്കിൽ ആ കർവിന്റെ പാത്ത് ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോർഷനിൽ വന്നതിന് ശേഷം വീണ്ടും കർവ് ക്രിയേറ്റ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക, കർവ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കി ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് ആവശ്യാനുസരണം സൂം ചെയ്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. കറക്റ്റ് ടൈം എടുത്ത് ചെയ്താൽ മതി. പെൻ ടൂൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫീൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സ്പേസ് ബാർ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പാൻ ചെയ്യാം, ഇങ്ങനെ നീക്കി വെക്കാം. സ്ക്രോൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ താഴോട്ടും മുകളിലോട്ടും സ്ക്രോൾ ചെയ്യാം. ഓക്കെ,
അപ്പൊ ഞാൻ പകുതി വരച്ചിട്ടുണ്ട് അല്ലെ. ഇനി എസ്കേപ്പ് അടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് അവിടെ വെച്ചിട്ട് ആ പ്രവർത്തനം നിൽക്കും. Ctrl 0 അമർത്താണ്. ഇപ്പൊ നമ്മളെ പകുതി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ പകുതി ചെയ്തതിന് ഞാനൊരു സ്ട്രോക്ക് കൊടുക്കുകയാണ്, ഒരു ബ്ലാക്ക് സ്ട്രോക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ റിഫ്ലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെലക്ഷൻ ടൂൾ സെലക്ട് ആണോ നോക്കുക, സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അമർത്തുക, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, റിഫ്ലക്ട് കൊടുക്കുക. റിഫ്ലക്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണും ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കോപ്പി വേണം, ഓൾറെഡി ഉള്ള ആ ഒരു ലൈനാണ് റിഫ്ലക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ലൈൻ അത് അവിടെ തന്നെ തുടരുകയും വേണം, ഒരു പുതിയ ലെയർ എടുക്കുകയും വേണം, അതായത് ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്, പ്രിവ്യൂ ഒക്കെ കറക്റ്റ് ആണ്. ഇപ്പൊ ഹൊറിസോണ്ടൽ ആക്കി കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും, വെർട്ടിക്കൽ തന്നെ ആക്കുക, ഇവിടെ കോപ്പി എന്നുള്ള കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പുതിയൊരു ലെയർ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് വെക്കാം. കണ്ടോ, കറക്റ്റ് സിമെട്രി ആയിട്ടുള്ള ഒരു ലോഗോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ Ctrl 0 ചെയ്യാൻ ഫിറ്റ് ഓൺ സ്ക്രീൻ ചെയ്യാണ്. നമ്മൾ ഈ കാണുന്ന റൂളർ എടുത്തിട്ട് മാറ്റാം. ഞാനൊന്ന് സൂം ചെയ്യാണ്. ഇനി ഇതിനെ ഒരുമിച്ച് യോജിപ്പിക്കണം അല്ലേ. യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് രണ്ടും കൂടി സെലക്ട് ചെയ്തു. അപ്പൊ എന്താ, എല്ലാ ആംഗിൾസും സെലക്ട് ആയി, കാരണം ഞാൻ സെലക്ഷൻ ടൂളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് യോജിപ്പിക്കാൻ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിന്റെ ആവശ്യമുണ്ട്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. ഇതാ ഈ രണ്ട് ആങ്കർ പോയിന്റുകൾ കൂട്ടിമുട്ടുന്ന ഈ രണ്ട് ഭാഗങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഏവറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ കൊടുക്കുക. ബോത്ത് എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ ചെക്ക് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് രണ്ടും തമ്മിൽ കറക്റ്റ് ആയിട്ട് കൂട്ടിമുട്ടി. ഇനി ഒന്നുകൂടി ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ജോയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ജോയിൻ ആയിട്ട് വന്നു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ താഴെ നമുക്ക് കൊടുക്കാം. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെ വന്നേക്കുന്നതെന്ന് കാണാം. ഞാൻ ടൂൾ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഇതിനൊന്ന് നീക്കി ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് വെച്ചു. ഇനി ഇതിനെ സെലക്ട് ചെയ്യുക. അപ്പൊ നേരത്തെ നമ്മൾ ഏവറേജ് ചെയ്യുകയും ജോയിൻ ചെയ്യുകയും ചെയ്തു അല്ലെ. ഈ രണ്ട് പ്രവർത്തനങ്ങളും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. Ctrl+Alt+Shift+J. അപ്പൊ നിങ്ങൾക്ക് കാണാം കോർണർ ആണോ സ്മൂത്ത് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിത് കോർണർ ആണ്, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ കണ്ടോ കറക്റ്റ് ആയിട്ട് അത് വന്നു. ഇനി Ctrl 0 അമർത്താം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. അപ്പൊ ഇത് ടോട്ടൽ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളെ പരിപാടി. ഓക്കെ, അപ്പൊ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുക. അതിനുവേണ്ടി ഫില്ല് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നും ഓപ്ഷണൽ മെനു ബാറിലും ഫില്ല് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നും ഫില്ല് എടുക്കുക. ഓപ്ഷണൽ മെനു ബാറിലാണ് എങ്ങനെ. അപ്പൊ ഇത് ആദ്യം സെലക്ട് ചെയ്യുക നമ്മൾ വരച്ചത്. ഓപ്ഷണൽ മെനു ബാറിൽ വന്നിട്ട് ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുക. ഇപ്പൊ ഫില്ല് ചെയ്തു. ഞാൻ സ്ട്രോക്ക് ഓഫ് ചെയ്യാണ്, സ്ട്രോക്കിന്റെ അവിടെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹൈഡ് ചെയ്യാം. ഇതൊരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി വരയ്ക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലെയറിൽ തന്നെ വരയ്ക്കാം. കുറച്ചും കൂടി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ പറയുന്നത് ന്യൂ ലെയർ എടുത്ത് വരയ്ക്കാനേ പറയുള്ളൂ. അപ്പൊ ന്യൂ ലെയർ എടുക്കുക. ന്യൂ ലെയർ എടുത്തതിന് ശേഷം നമുക്ക് ഇനി വരയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ വേണം. ഒരു ഇമേജ് കാണുമ്പോൾ ഇത് എങ്ങനെ ട്രേസ് ചെയ്യാമെന്ന് ആദ്യം ഒരു പ്ലാൻ വേണം. അപ്പൊ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ആദ്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ബ്ലാക്ക് കളർ വരയ്ക്കാന്നുള്ളതാണ്. പിന്നെ ഈ ഒരു നീല കളർ വരയ്ക്കാന്നുള്ളതാണ്. നമുക്കിവിടെ മറ്റൊരു ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ഉള്ളിലുള്ള പോർഷൻസ് ഒക്കെ വരയ്ക്കാം. അങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡ് ഇപ്പൊ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ തിങ്ക് ചെയ്ത് വെക്കണം എങ്ങനെ ഈ ലോഗോ ട്രേസ് ചെയ്യാന്ന് ഒന്ന് ഒരു പ്രീ പ്ലാൻ ചെയ്ത് വെക്കാം. അപ്പൊ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, അത് ലോക്കും കൂടിയും ചെയ്യാം. ഇനി നമുക്ക് പുതിയ ലെയർ എടുത്ത് ലെയർ 3 വന്നിട്ട് പെൻ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം വരയ്ക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, കർവ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ഫില്ല് ഓൺ ആയതുകൊണ്ടാണ് കേട്ടോ ബ്ലാക്ക് കളർ ഇങ്ങനെ വരുന്നത്. കണ്ടോ ബ്ലാക്ക് കളർ അത് ഓഫ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഫില്ല് ഓൺ ആണ്. കണ്ടോ ബ്ലാക്ക് ഇവിടെ നൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നൺ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഓക്കെ, ഇത്രത്തോളം ഞാൻ ചെയ്തു കേട്ടോ. ചെയ്തിട്ട് ഇതിനെ താഴോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഈ ഒരു ലെവൽ വരെ വന്നിട്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നൊക്കെ പോലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കളർ ഫില്ല് ചെയ്യണം. അപ്പൊ ഞാൻ ഐ ഡ്രോപ്പർ ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. നമുക്ക് കളറൊക്കെ പിക്ക് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഐ ആണ് ഷോർട്ട് കട്ട്.
ആ ടൂൾ എടുത്തിട്ട് ഇവിടുത്തെ നീല കളർ പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ നീല കളർ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷേപ്പ് ബിൽഡർ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ആ ടൂൾ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ ഇനി ചെയ്യാൻ. സെലക്ഷൻ ടൂൾ എടുത്തു, നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലെയർ അൺഹൈഡ് ചെയ്യാണ് ഞാൻ. ആ ലെയർ വന്നിട്ടുണ്ട്, അൺലോക്ക് ചെയ്യാണ് ആ ലെയർ. ഇനി നമുക്ക് ജസ്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കാണണ്ടേ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആ ഒരു കളർ വേണ്ടത്. അപ്പൊ ഇവിടെ ഒരു ടൂൾ ഉണ്ട്, ഷേപ്പ് ബിൽഡർ ടൂൾ. ആ ടൂൾ എടുത്തിട്ട് നമുക്കിത് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ വന്നിട്ടുണ്ട് അല്ലേ. പ്ലസ് ഐക്കൺ എന്ന് പറഞ്ഞാൽ ഇത് ആഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ ടൂൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിത് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണ്. റെക്റ്റാങ്കിൾ വരച്ചു. പിന്നെ മറ്റൊരു കളർ എടുത്തിട്ട് ഇത് ഒരെണ്ണം കൂടി ഞാൻ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിന് വേറൊരു കളർ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ 2 റെക്റ്റാങ്കിൾസ് ഇവിടെ ഉണ്ട്. ഞാൻ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 റെക്റ്റാങ്കിൾസ് കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പോൾ ഈ 2 റെക്റ്റാങ്കിൾസും കൂടിയിട്ട് നമുക്ക് ലയിപ്പിക്കുകയാണെങ്കിൽ ഈ ടൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൂള് ലയിപ്പിച്ചുകൊണ്ട്, അതായത് ആ ഷേപ്പിനെ, അതായത് 2 ഷേപ്പുകൾ തമ്മിൽ ഒരൊറ്റ ഷേപ്പായിട്ട് ബിൽഡ് ചെയ്ത് തരും. അതാണ് ഈ ഒരു ടൂളിന്റെ പ്രത്യേകത. ഷേപ്പ് ബിൽഡർ ടൂൾ എന്നാണ് പറയുന്നത്. ഷിഫ്റ്റ് എം ആണ് ഷോർട്ട് കട്ട്. ഓക്കെ, ഞാൻ കൺട്രോൾ Z ആമത്തെ അൺഡു ചെയ്യാണ്. നമുക്കിനി ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ആണ് കളയേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ ഇപ്പൊ പ്ലസ് ഐക്കൺ ആണല്ലേ ഷേപ്പ് ബിൽഡർ ടൂളിന്റെ കേഴ്സറിന്റെ ഒപ്പം ഒരു പ്ലസ് ഐക്കൺ, ചെറിയൊരു പ്ലസ് ഐക്കൺ കാണാം. ഓൾട്ട് അമർത്തുമ്പോൾ നോക്കിയേ അത് മൈനസ് ആയി, സബ്സ്ട്രാക്ഷൻ എന്നുള്ള രീതിയിൽ വന്നു. ഇനി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ അവിടെ അതിനില്ലാതാക്കി കളയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കളഞ്ഞു, അല്ലാതെ മായ്ച്ചു കളഞ്ഞു, റിമൂവ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ നമുക്ക് ഷേപ്പ് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഡിലീറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഈ ഒരു ഷേപ്പ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ പുറമെ കാണുന്ന ഷേപ്സ് ഒക്കെ നമുക്ക് കളയണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുകയാണ്. ഇത് ഓൾട്ട് അമർത്തി മൈനസ്, അതായത് സബ്സ്ട്രാക്ട് ചെയ്യാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്കത് കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സിമെട്രി ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഓൾട്ട് അമർത്തി കൊണ്ട് വേണമെങ്കിൽ ഒരു കോപ്പി എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ താഴെയുള്ള ആ ഒരു ലെയർ ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ട്രാൻസ്ഫോമിൽ റിഫ്ലക്റ്റ് കൊടുക്കുക. അതിനുശേഷം ഒരു കോപ്പി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പി കൊടുക്കുക. ഒരെണ്ണം കൂടി വന്നു, ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക. നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യാം. നമുക്ക് ഇവിടെ കാണാം ഇത് കൂട്ടി കൂട്ടണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ബിൽഡ് ചെയ്തെടുക്കാം വേണമെങ്കിൽ. അതായത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഈ ആങ്കർ പോയിന്റിനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇതും ഈ ഒരു പോർഷനിലേക്ക് കൊണ്ടുവന്ന് വെക്കും. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാം നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻസ്. ഇനി ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിനെ ലൈവ് വരയ്ക്കുക, കൂട്ടിച്ചേർക്കുക. ഇവിടെയും അതിനെ കൂട്ടിച്ചേർക്കുക. അപ്പൊ ഇതൊരു സിംഗിൾ ഷേപ്പായിട്ട് മാറി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ലെയർ ഒന്നിലധികം ഒബ്ജക്റ്റുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന. നമുക്ക് ഇതിന്റെ ലെയർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടോ പാത്തുകൾ കാണാം, ഒരേ പാത്തുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന കാണാം. ഇനി നമുക്ക് ഇതും ഹൈഡ് ചെയ്യാം. ഇത് 2 ഹൈഡ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ട്രേസ് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് പുതിയ ലെയർ എടുക്കുക. ലെയർ 4 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ട്രേസ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു കളർ ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ഗ്രേ കളർ ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഇവിടുന്ന് ട്രേസ് ചെയ്ത് തുടങ്ങാം. ഞാൻ കളർ പിക്കർ ടൂൾ എടുത്തിട്ട് ആ ഒരു ഗ്രേ കളർ, ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗ്രേ കളറാണ്. ഇതിപ്പോ എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഗ്രേ ആയിട്ടാണ് കാണുന്നത്, കാരണം നമ്മുടെ ഒപ്പാസിറ്റി കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ റിയൽ അതിന്റെ കളർ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആയിട്ട് വരും. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്, കണ്ടോ ഈ ഒരു കളറാണ് ശരിക്കും ആക്ച്വലി ആയിട്ട് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതും ലോക്ക് ചെയ്തതിനു ശേഷം ഹൈഡ് ചെയ്യാം. ബാക്കി എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. ഇനി ബാക്കിയുള്ള പോർഷൻസ്, നമുക്ക് ഈ വൈറ്റ് വരുന്ന പോർഷൻസ് നമുക്ക് ട്രേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര പോർഷൻ എടുക്കുകയാണ്. അവിടെ 2 ആക്കി വെക്കുകയാണ്. നമുക്ക് ഔട്ട്ലൈൻ മാത്രം ഇപ്പൊ കണ്ടാൽ മതി.
ഇത്ര പോർഷൻ ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് ഇതിൽ കളർ ഫില്ല് ചെയ്യണം. വൈറ്റ് ആയിരുന്നു കളറ്. സോ അത് ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതും തൊട്ട് താഴെയുള്ള ആ ലെയറും ഇല്ലേ, ആ രണ്ടും കൂടി സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഷേപ്പ് ബിൽഡർ ടൂൾ ഉണ്ട്. ആ ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യുക. ഓൾട്ട് അമർത്തിയിട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഈ സെയിം തന്നെയാണ് ഇപ്പുറത്തുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഓൾട്ട് അമർത്തിയിട്ട് കോപ്പി എടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ട്രാൻസ്ഫോമിൽ നമുക്കതിനെ റിഫ്ലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇങ്ങനെ വെക്കാം. ഓക്കെ, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. ആ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതിയാവും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ ലെയറിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുതിയ ലെയർ എടുത്തിട്ടും ചെയ്യാം. ആ ലെയറിൽ തന്നെയാണ് ചെയ്യുന്നത്, കാരണം ചെറിയ ചെറിയ പോർഷൻസ് ഉള്ളൂ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിൽ കളർ വന്നുകൊണ്ട് നമുക്ക് പിന്നെ വരയ്ക്കുന്നൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് എണ്ണാക്കി ഇടുക. നമുക്ക് എണ്ണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഔട്ട്ലൈൻ മാത്രം കാണുള്ളൂ. നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരയ്ക്കാം. നമുക്ക് ഈ ഒരു ചെറിയൊരു സർക്കിൾ ഇല്ലേ, അത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ സ്മൂത്ത് ആക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, സ്മൂത്ത് ആക്കി എടുക്കാം. നമുക്കിതിൽ വൈറ്റ് ഫില്ല് ചെയ്യാം. ഇങ്ങനെ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കളർ പിക്കർ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാം കേട്ടോ. ഇത് തന്നെയാണ് ഇപ്പുറത്തും വരുന്നത്. സോ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോം റിഫ്ലക്റ്റ് എടുക്കുക. റിഫ്ലക്റ്റ് ആയെങ്കിൽ ഒരു കോപ്പി എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് പോർഷനിലെ വൈറ്റ് പോർഷൻസ് കൂടിയാണ്. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വരച്ചെടുക്കുക. നമുക്ക് ഈ ഒരു പോർഷനാണ് വരയ്ക്കേണ്ടത്. ഈ ഭയങ്കര ഡാർക്ക് ഗ്രേയിൽ കാണുന്ന പോർഷൻ ഇല്ലേ, ഡാർക്ക് ഗ്രേയിൽ കാണുന്ന പോർഷൻ വരയ്ക്കണം. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് പോർഷൻ കൂടി വരയ്ക്കാനുണ്ട്. അപ്പൊ ഈ ഒരു വൈറ്റ് പോർഷൻ അത് ബാക്കി ഈ ഒരു ഭാഗത്തുള്ള ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രേസ് എടുക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെ ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടുത്തെ കളർ ആദ്യം ചൂസ് ചെയ്യണം. നമുക്ക് കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ഞാൻ ചൂസ് ചെയ്യാണ്. ഇനി താഴത്തെ ലെയറൊക്കെ ഓൺ ചെയ്തതിനു ശേഷം ഈ രണ്ട് കളേഴ്സ് തമ്മിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് ഓൾട്ട് അമർത്തിയിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കത് അവിടെ കിട്ടി. നമുക്കിതെടുത്ത് കോപ്പി ചെയ്ത് അപ്പുറത്ത് വെക്കണം. അതിനുവേണ്ടി ക്ലിക്ക് ചെയ്തതിനു ശേഷം ട്രാൻസ്ഫോം എടുക്കുക, റിഫ്ലക്റ്റ് എടുക്കുക, ഒരു കോപ്പി എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഷേപ്പ് വരുന്നുണ്ട്. ആ ഒരു ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്തു. ഇനി അവിടുത്തെ കളർ സെലക്ട് ചെയ്യുക. കളർ സെലക്ട് ചെയ്തു. ഇനി അവിടുത്തെ ലെയേഴ്സ് ഒന്ന് ഓൺ ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്ത് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്ത് ഓൾട്ട് അമർത്തി അതൊന്ന് ഇറേസ് ചെയ്യുക. എന്തെങ്കിലും എഡിറ്റിംഗ് അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാം. ഓക്കെ, ഈ ഷേപ്പ് നമുക്ക് റിഫ്ലക്ട് ചെയ്യാം. ട്രാൻസ്ഫോമിൽ റിഫ്ലക്ട് എടുത്തിട്ട് ഒരു കോപ്പി എടുക്കാം. ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ ഏകദേശം ഷേപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, കാണാം നിങ്ങൾക്ക്. ഇനി അതിന്റെ ഉള്ളിലൊരു വൈറ്റ് പോർഷൻ ഉണ്ട്. നമ്മൾ ഈ റിഫ്ലക്ട് ചെയ്ത് വെച്ചോർത്ത ചെറിയ ചെറിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യം വരും. നമുക്ക് എഡിറ്റ് ചെയ്യാം. ഒരു പുതിയൊരു ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, ഇതും കൂടി ആഡ് ചെയ്യാനാണ്. നമുക്ക് നോക്കാം.
ഇപ്പൊ നമുക്ക് കണ്ണൊഴിച്ച് ബാക്കി ഏകദേശം പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ ആയിട്ട് കവർ ചെയ്യാനുള്ള പോർഷൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ക്ലിയർ ചെയ്യാന്ന് കാണിച്ചു തരാം. ഇത് വരയ്ക്കുക. ഇനി താഴെയുള്ള ഒരു ഇമേജ് എടുത്തിട്ട് സെലക്ഷൻ കൊണ്ടുവരാ. സെലക്ട് ചെയ്യുക. രണ്ടും കൂടി സെലക്ട് ചെയ്തതിനു ശേഷം വീണ്ടും ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തതിനു ശേഷം ഇവിടെ ഓൾട്ട് അമർത്തിയിട്ട് ക്ലിക്ക് ചെയ്യുക. നോക്കാം കേട്ടോ. ഞാൻ കളർ ചെയ്യല്ല ചെയ്തത്, അവിടെ കളർ ഫില്ല് ചെയ്യല്ല, ഒന്ന് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട്. ഓക്കെ, സെയിം ഇപ്പുറത്ത് ചെയ്യാം. അപ്പൊ ഞാൻ അൺഡു ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അൺഡു ചെയ്യാണ്, കാരണം നമുക്ക് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് അപ്പുറത്തേക്ക് വെക്കണം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് അമർത്തി ട്രാൻസ്ഫോമിൽ റിഫ്ലക്റ്റ് എടുത്ത് ഒരു കോപ്പി കൂടി എടുക്കാം. ആ കോപ്പി എടുത്ത് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഓക്കെ, ഇവിടെ വരണുണ്ട്, അപ്പുറത്ത് വരണുണ്ട്. അപ്പൊ രണ്ടും കൂടി സെലക്ട് ചെയ്യുക, ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക, ഓൾട്ട് അമർത്തിയിട്ട് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തും ഷിഫ്റ്റ് അമർത്തിയിട്ട് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. ഒന്നില്ല ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യും. ഇവിടെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നിലധികം ടൂളിൽ ചിലപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ സെലക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക, ഓൾട്ട് അമർത്തി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ കണ്ണിന്റെ പോർഷൻ കൂടി ചെയ്യാനുണ്ട്. അതിന് വേണ്ടി ഒരു പുതിയ ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ബാക്കിയൊക്കെ ഹൈഡ് ചെയ്യാണ് തൽക്കാലത്തിന്. ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ണൊരു ബ്ലൂ കളറാണ് ഐ വരുന്നത്. പെൻ ടൂൾ എടുക്കുകയാണ് ഞാൻ. ഇവിടെ നിന്ന് ഏകദേശ രൂപം എനിക്ക് കൃത്യമായിട്ട് കാണുന്നില്ലെങ്കിലും ഞാനൊരു ഏകദേശ രൂപം വെച്ചിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ഒരു ബ്ലൂ കളറാണ് വരുന്നത്. ഓക്കെ, ഇത് തന്നെ ഞാൻ കോപ്പി എടുത്ത് അപ്പുറത്തേക്കാണ്. ഒന്നില്ല ഓൾട്ട് അമർത്തി കോപ്പി എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് റിഫ്ലക്ട് ചെയ്താലും മതി. അതിന് നമ്മൾ മുമ്പ് ചെയ്യണ പോലെ ട്രാൻസ്ഫോം അമർത്തി റിഫ്ലക്ട് കൊടുത്തിട്ട് കോപ്പി കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഓക്കെ ആണ് കൊടുത്തത്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ഹൈഡ് ചെയ്യാം വേണമെങ്കിൽ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെയർ എക്സ്പാൻഡ് ചെയ്താൽ അത് മാത്രമായിട്ട് ഹൈഡ് ചെയ്യാം. ആ ലെയറിൽ തന്നെ വീണ്ടും വരച്ച് തുടങ്ങാം. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ഹൈഡ് ചെയ്യാണ്. ഇനി ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട്, ഒരു ബ്ലാക്ക് ഡോട്ടും ഉണ്ട്. എനിക്ക് അങ്ങനെ കാണുന്നുള്ളൂ. സോ ഞാനതാണ് വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് എലിപ്സ് ടൂൾ എടുത്തിട്ട് വേണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ടൊരു ബ്ലാക്ക് കളർ ആക്കാം. അത് കോപ്പി ചെയ്തിട്ട് ഇവിടേക്കും വയ്ക്കാം. അതുപോലെ തന്നെ ഇതൊന്ന് കോപ്പി ചെയ്തതിനു ശേഷം ചെറുതാക്കാം. ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ചെറുതാക്കിയിട്ട് ഒന്ന് സൂം ചെയ്യാണ്. കൺട്രോൾ അമർത്തി സൂം ചെയ്യാം. ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അതിന്റെ കളറ് വൈറ്റ് ആക്കും. ഓക്കെ, ഇതിന്റെ ഇടയിൽ കാണാം ആ ബ്ലാക്കിന്റെ ആ ഒരു പോർഷൻ പുറത്തേക്ക് പോയിട്ടുണ്ടല്ലേ. നമുക്ക് ഷിഫ്റ്റ് അമർത്തിയിട്ട് ഇതും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനു ശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്ത് ഓൾട്ട് അമർത്തിയിട്ട് അത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇനി നമ്മുടെ റെഫറൻസ് ഇമേജ് ഞാനൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. അല്ല ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തു. നമുക്ക് കാണാം ഇത്ര ലേയേഴ്സ് എടുത്തിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഓരോ ലേയേഴ്സിലും ഓരോ പോർഷൻസ് ആണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ? ഇതുപോലെ നിങ്ങൾ ട്രേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് റെഡിയാക്കി കൊണ്ടുവരാം. നമുക്ക് അത്ര എളുപ്പമല്ല. ആദ്യമൊക്കെ ചെയ്തിട്ട് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരും. പക്ഷെ നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂളൊക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കുക.
പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജസിലേക്കൊക്കെ കടക്കാം. ഓക്കെ, ഇനി മറ്റൊരു ട്യൂട്ടോറിയൽ ആയിട്ട് വരുന്ന വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ബേസിക്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ബേസിക്സ് പഠിക്കുക. ഇനി ഫോട്ടോഷോപ്പ് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈലും ഫോട്ടോഷോപ്പിലൊക്കെ ആയിട്ട് വരയ്ക്കുന്ന കുറെ ഇമേജസ്, ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്നതും സ്ക്രിബിൾ ആർട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് ട്യൂട്ടോറിയൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.